ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു യാത്ര വെറൈറ്റി ആണെന്നൊരു ട്രക്കിങ്ങിന് വേണ്ടി പോവുകയാണ്. ഒരു കിടിലൻ സ്ഥലമാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കളുണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെയൊക്കെയാണ് പോകുന്നത്. നല്ലൊരു വനത്തിനുള്ളിലാണ്. ഇത് ജാർഖണ്ഡിലെ ഗിരിഡി ജില്ലയിലെ പാർസനാഥ് ഹിൽസിലാണ്. ഏകദേശം ജാർഖണ്ഡ് ജില്ലയിലെ ഏറ്റവും വലിയ മൗണ്ടൈനാണ്, കൊടുമുടിയാണ്. അതുമാത്രമല്ല, കുറച്ച് നടക്കാനല്ല, ഒത്തിരി നടക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും കാടാണ്. രാത്രിയാണ് കയറുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 24 hour ഉണ്ട്, ഓപ്പണിംഗ് ആണ്. ഇവിടെ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഇല്ല, പോലീസും പട്ടാളമൊന്നുമില്ല. ട്രക്ക് ചെയ്യാൻ നമ്മുടെ മനസ്സ് പോലെയാണ്. പിന്നെ ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് മുമ്പ് പോയവരൊക്കെ തിരിച്ചിറങ്ങി വരുന്നതാണ്. ഇന്നലെ പോയവരായിരിക്കാം, ചിലപ്പോൾ ഇന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം ഇറങ്ങി വരുന്നതായിരിക്കാം. കുറേ പേരെ കണ്ട് സംസാരിച്ച് പരിചയപ്പെട്ടു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. നല്ല ക്ലൈമറ്റ് എന്നാണ് അറിഞ്ഞത്. രാത്രി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരെയും കണ്ടില്ല. ഞാനൊരു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവുകയാണ്. രാത്രി താമസം പരിപാടിയൊക്കെ കാട്ടിൻ്റെ അകത്തായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇരുട്ട്, കാടിൻ്റെ ഭംഗി മാറി തുടങ്ങി ഗൈസ്. രാത്രിയായപ്പോൾ കാടിൻ്റെ ഭംഗി അങ്ങ് മാറി. പിന്നെ അങ്ങ് ഉള്ളിലൊരു കയറുന്നതിൻ്റെ ഭാഗത്തായിട്ട് ഒരു പഴയ ഒരു കെട്ടിടം കണ്ടു. എന്ന് വെച്ചാൽ പഴയ ഏതൊരു താമസക്കാരുള്ള ഒരു വീടായിരുന്നു. ആളില്ല, എന്നാലും ഞങ്ങൾ പോയി നോക്കിയായിരുന്നു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, അങ്ങോട്ട് മഞ്ഞ് പെയ്യാൻ തുടങ്ങി. മഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞ് കേസ്. പിന്നെ ഞങ്ങൾക്ക് കൂടെ കുറച്ച് 2-3 പേരെ കിട്ടി. കാരണം ഞങ്ങൾ കൂടെ വന്നവരാണ്. വരണ വഴി 2-3 പേരെ കൂടെ കിട്ടി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ രാത്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയി കേസ്. രാവിലെ ആയി. കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, അതൊന്നും കാണിച്ചിട്ടില്ല. മഞ്ഞ് കാരണം കയറിപ്പോയൊരു വഴിയില്ല. മഞ്ഞ് തുള്ളി പോലെയും മഴ പോലെയും വന്ന് പെയ്തുകൊണ്ടിരിക്കുന്നത് വമ്പ സീനാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമല്ല, ഇപ്പോൾ വന്നു അധികം പേരെ. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി. ഒരു മെയിൻ ചെക്ക് പോസ്റ്റിലെത്തി. ചെക്ക് പോസ്റ്റല്ല, ഒരു ധർമ്മശാലയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഞങ്ങളെല്ലാം മഴ കാരണം ഇരിക്കുകയാണ്. അവിടെ നിന്നിപ്പോൾ ഇത് ജൈന ക്ഷേത്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ജൈന ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ ജൈന മതക്കാരുടെ അമ്പലങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടു. ഈ പാർസനാഥ് ടെമ്പിൾ കാണാൻ വേണ്ടി കുറച്ചല്ല, അധികം പേര്, ഒത്തിരി പേര് ട്രക്കിംഗ് സ്പോട്ടുണ്ട് എല്ലാവരുടെ. അങ്ങനെ കുറേ പേരെ പരിചയപ്പെട്ടു. അവർക്കൊപ്പം ഞങ്ങളിങ്ങനെ പാർസനാഥ് ടെമ്പിൾ കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇതുപോലെ ഇവിടെ നാഗസന്യാസിമാരാണ് പൂജ ചെയ്യുന്നത്. ഭൈരവനാണ് പ്രതിഷ്ഠ. പാദപൂജയാണ് ചെയ്യുന്നത്. പിന്നെ വളരെ രസമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു രീതിയിലൊരു എനർജറ്റിക്കാണ്. രാവിലെ തന്നെ ഇത്ര എനർജറ്റിക്ക് കിട്ടിയത് തളർന്നൊന്നുമില്ല. ഏകദേശം 30,000 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു നടക്കാൻ. ഏകദേശം 27 കിലോമീറ്റർ ദൂരമുണ്ട് താഴെ സ്റ്റാർട്ടിംഗ് മുന്നോട്ട് നടന്നു വരാൻ വേണ്ടി. പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്നു വന്നു. കുറച്ച് പേരൊക്കെ വന്നത് ഞങ്ങൾക്ക് ഏകദേശം രാത്രി 3 മണിക്ക് ശേഷമാണ് എല്ലാവരും വന്നു തുടങ്ങിയത് ഈ ട്രക്കിങ്ങിന് വേണ്ടി. ഞങ്ങൾ രണ്ടുപേരും ഒരു 12 മണി വരെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടെന്ന് കാട്ടിനകത്തൂടെ നടക്കാൻ. അതെൻ്റെ ജീവിതത്തിൽ വളരെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ കുറച്ച് വിഷയമൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ആളുകളൊക്കെ രാത്രി വന്നിരുന്നു. ഈ മിലിറ്റൻസ് ഒക്കെ ഉള്ള ഏരിയയാണ്. അതുപോലെ അവർ വന്നവർ കാര്യങ്ങൾ ചെയ്തു പോയി. നമുക്ക് അവരുടെ വിഷയമല്ല, അങ്ങനെ നമുക്ക് വീഡിയോ ഉൾക്കൊടുത്ത് നമുക്ക് കൊള്ളില്ല. പിന്നെ ഇങ്ങനെ കാഴ്ച എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനെ ഒരു 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 രീതി, ദൈവത്തിനോട് എന്ത് പറയാനാണ്. കണ്ണിന് കാഴ്ച തന്നതിന് നന്ദി പറയുന്നുണ്ട്. പിന്നെ മഞ്ഞും മേഘവും എല്ലാം കൂടെ നിറഞ്ഞൊരു സായാഹ്നം, അടിച്ച് പൊളിച്ച് കേസ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ജൈനക്ഷേത്രത്തിനെ കുറിച്ചാണ്. ഞാൻ ജൈനമതത്തെക്കുറിച്ച്, ജൈനക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇതൊരു ട്രാവൽ വ്ലോഗ് ആയതുകൊണ്ടാണ്. പിന്നെ സമുദ്രനിരപ്പിൽ ഏകദേശം 4360 ഫീറ്റ് ഉണ്ട് ഇതിൻ്റെ ഹൈറ്റ്. പിന്നെ അതുപോലെ 2630 മീറ്ററാണ് ഈ മൗണ്ടൻ്റെ നിലവിലെ ലെങ്തും കാര്യങ്ങളും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഏകദേശം 27 ജൈന പ്രതിഷ്ഠകളുണ്ട്. 27 ജൈന മതക്കാരുടെ അമ്പലങ്ങളുണ്ട്. 27 ഈ മല ചുറ്റും. ഏകദേശം ഈ മല ജാർഖണ്ഡ് ജില്ലയിലെ ഏറ്റവും വലിയ മൗണ്ടനാണ്. അതുമാത്രമല്ല, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് കേസ്. വിഷയമാണ്, അടിച്ച് പൊളിക്കാൻ പറ്റിയ ക്ലൈമറ്റാണ്. ട്രക്കിങ് ചെയ്യാൻ പറ്റിയതാണ്. കാരണം ഞാൻ പല സ്ഥലങ്ങളിൽ ട്രക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കിട്ടിയ സേഫ്റ്റി ഒന്നും ഇവിടെയില്ല. കാരണം നമ്മളെ തന്നെ കരുതിക്കണം. രാത്രി കുറുക്കനെ കണ്ടായിരുന്നു, ആന ഉണ്ടായിരുന്നു, പിന്നെ പുലി ഉണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുലിയൊന്നും കണ്ടില്ല. നല്ല സമയമായിരുന്നു. പിന്നെ രാവിലെ ഒരു 12 മണിക്ക് ശേഷം ആളുകൾ കൂടിക്കൊണ്ടിരുന്നു. ഈ രാവിലെ മോർണിംഗിന് ഇത് കാണാൻ വേണ്ടി കാര്യങ്ങൾക്ക് വരുന്ന ആളുകളെല്ലാവരും. ഞങ്ങളൊരു ടീം തന്നെ അവിടെ ഉണ്ടാക്കി. ആദ്യം ഞങ്ങൾ പോയി വഴി തെറ്റി. പിന്നെ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് വഴി അവിടെ അല്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. പിന്നെ ഈ CJP പ്രൊട്ടസ്റ്റ് പോലെ എല്ലാവരും കിടന്ന് മോദിയപ്പോഴുള്ളൂ. ഇനി എന്തിനാണ് എനിക്ക് പറഞ്ഞത്. കുറച്ച് ബീഹാർ സുഹൃത്തുക്കളെ കിട്ടി, അതേപോലെ ജാർഖണ്ഡിലുള്ളവരെ കിട്ടി, പുറത്തുള്ളവരെ കിട്ടി, കൊൽക്കത്തയുള്ളവരുണ്ടായിരുന്നു. എല്ലാവരുടെ ടീമായി കേസ്. പിന്നെ ഞങ്ങളുടെ ടീമായിട്ട് എല്ലാവരും കൂടെ പോയി. അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ കളി അടിക്കാൻ വേണ്ടി കുറച്ച് ഞങ്ങളെ ബീഹാർ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവന്മാർ ബീഹാറി, ബാബു എന്നൊക്കെ വിളിച്ച് കളിയാക്കൊക്കെ ആയിരുന്നു കേസ്. പിന്നെ ഞങ്ങൾ ബീഹാറി ബാബുമാരും ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചു കേട്ടോ. ഒരു ബീഹാറി 1000 ബീമാരി എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ അതുപോലെയാണ് ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ച് ഇങ്ങനെ പോകുന്നതെന്ന് നിങ്ങൾ കാണണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ട്രക്കിംഗ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും സന്തോഷമായിട്ട് ട്രക്കിംഗ് ചെയ്തത് ഇവിടെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റാണ്. കാരണം
വളരെ സൂപ്പർ ക്ലൈമറ്റാണ്. മഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞും രാവിലത്തെ ഒരു എനർജി, കാരണം ഇത്രയും ടയർഡായിട്ട് നടന്ന് കയറിയിട്ടും ഏകദേശം 6 മണിക്കൂർ എടുത്ത് നടന്ന് മേളിൽ വരാം, എന്നിട്ടും ഒരു ക്ഷീണം തോന്നിയിട്ടില്ല ബോഡിക്ക്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ 6 മണിക്കൂർ നടന്നതിന് ക്ഷീണമൊന്നുമില്ല, കാരണം അത്ര വൈബായിരുന്നു ഈ സ്ഥലം. അതുപോലെ വളരെ എനിക്കിഷ്ടപ്പെട്ട മൊമെൻ്റ് ആയിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ പടിക്കെട്ട് ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളവരെല്ലാവരും ഒരു കുടുംബമാക്കി മാറ്റി, ഞങ്ങളെ ഒത്തിരി സൗഹൃദങ്ങൾ കിട്ടി, എല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങളിങ്ങനെ മല മുകളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് അമ്പലം, ജൈനക്ഷേത്രമാണ്. ഞങ്ങൾക്ക് യാദൃശ്യമായി വെച്ച് വാതിൽ തുറന്നു തന്നു അകത്ത് കയറാൻ വേണ്ടി. ജൈനക്ഷേത്രങ്ങളിൽ മറ്റു മതസ്ഥരെ അവർ പ്രവേശിക്കില്ല. പിന്നെ സവാളയും ഉരുളക്കിഴങ്ങും അതുപോലെ വെളുത്തുള്ളിയും കഴിക്കുന്ന ആളുകൾക്ക് അവിടെ പ്രവേശനമില്ല. അവരെ മതത്തിൻ്റെ പരമായ ആശയങ്ങളാണ്. നമ്മളത് അനുസരിച്ച് എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറഞ്ഞ് ഞങ്ങളൊക്കെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. വളരെ ഒരു ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് ഈ വർഷം കിട്ടിയതിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. കമ്പും കുത്തിയൊക്കെയാണ് ഞങ്ങൾ പോയത്. ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ഗൈസ്. ഇനിയും ഇതുപോലെ അവസരങ്ങൾ കൺമുമ്പിൽ കിട്ടിയാൽ ഞാൻ പോകും. കാരണം ജോലിയുടെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ പോലും മനസ്സിന് റിലാക്സേഷനും ശരീരത്തിനൊരു ഉണർവും കിട്ടിയ മൊമെൻ്റാണ്. ലാസ്റ്റ് ഞാൻ ചെയ്ത നേപ്പാൾ ട്രക്കിംഗ് ആയിരുന്നു. എനിക്ക് നേപ്പാൾ ട്രക്കിങ്ങും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരുമായിട്ട് വൈബായി വന്ന് മഴയും കൂടെ പെയ്തപ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങളിനി കാണുന്നത്. ഒരു രക്ഷയല്ല കേസ്, പറയാതിരിക്കാൻ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. കാരണം എന്താണെന്ന് പറയാറില്ല. പല സ്ഥലങ്ങളിൽ യാത്രയായി ട്രക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഇവിടെ കിട്ടിയത് വളരെ സന്തോഷമാണ്. കാരണം ഞാൻ ഈ ഒരു ജില്ല വെറുത്ത ജില്ലയാണ്. ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെയുള്ള എല്ലാ 24 ജില്ലകളും ഞാൻ കറങ്ങിയ ഒരാളാണ്. ജാർഖണ്ഡിൽ 24 ജില്ല, ബീഹാർ, ഛത്തീസ്ഗഡ് എല്ലാം കറങ്ങിയ ഒരാളാണ്. എങ്കിലും ഞാൻ ജാർഖണ്ഡിൻ്റെ പൂർവ്വഭാഗം ഞാൻ വെറുത്തൊരു സമയമായിരുന്നു. പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു വൈബ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. കാരണം എന്ത് പറയാനാണ്, നമ്മളെ ഒരു സ്വാധീനിക്കുന്നത് ഒരു പ്രകൃതിയാണെന്ന് പറയുമ്പോൾ. പിന്നെ ഞങ്ങൾ നടന്നു പോകുന്ന വഴികളൊക്കെ കാണും, മഴയും കൂടെ ആയതുകൊണ്ട് ചറുക്കലുണ്ടായിരുന്നു. പിന്നെ മുമ്പ് യാത്ര ചെയ്ത എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹാപ്പിയാണ്. പിന്നെ കൂട്ടം തെറ്റി ഞങ്ങൾ മഞ്ഞ് കാരണം പരസ്പരം കൂട്ടം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും. എങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്കൊരു യാത്രകളിൽ അവർ കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പിന്നെ ഇതിൽ വീഡിയോ ഡെയിലി ഇടാനെന്ന് ഉദ്ദേശിച്ചെടുക്കുന്നതല്ല. കാരണം ചില ഓർമ്മകൾ നമ്മളെ മൊബൈലിൽ നിന്ന് പോയാലും ഇതുപോലെ യൂട്യൂബ് പോലുള്ള സംവിധാനം കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. ഞാൻ പിന്നെ തുള്ളിച്ചാടി നടക്കണം. ഹിന്ദിക്കാർ കൂട്ടുകാരെ കിട്ടിയപ്പം പിന്നെ ഞങ്ങളെ കൂടി 2 പേരുണ്ടായിരുന്നു, ഞാൻ എൻ്റെ സുഹൃത്തും. ബാക്കിയുള്ള അങ്ങനെ അടിച്ച് പൊളിച്ചു ഗൈസ്. നിങ്ങളിനി കാണാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ഈ വീഡിയോ ഞാൻ ചെയ്യും കേട്ടോ.